നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ, ട്രക്ക് ഡ്രൈവറായ നമ്മുടെ നായകന്റെ വീടിന് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി അവന്റെ ബോസ് പറഞ്ഞ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ജോലി അവൻ ഏറ്റെടുക്കുന്നു. അതിന് അയാൾ അവന് കുറച്ചധികം പൈസ കൊടുക്കും. അത് ബാങ്കിൽ അടച്ചു കഴിഞ്ഞാൽ അവന്റെ ജപ്തി ഒഴിവായി കിട്ടും. അറ്റ്ലാന്റ എന്ന സ്ഥലത്ത് നിന്നും ഒരു കണ്ടെയ്നർ എത്തിച്ചു കൊടുക്കാനായിരുന്നു ആ ജോലി. അങ്ങനെ അവൻ ആ കണ്ടെയ്നർ ട്രക്ക് ഓടിച്ചുകൊണ്ട് വരുമ്പോൾ അവൻ ആക്രമിക്കപ്പെടുന്നു. അതേസമയം ആ ട്രക്കിന് പുറകെ FBI ടീമും ഉണ്ടായിരുന്നു. അവൻ ആ ട്രക്ക് സേഫ് ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ അവനെ ഭീഷണിപ്പെടുത്താനായിട്ട് ബോസ് അവന്റെ ഫാമിലി തട്ടിക്കൊണ്ടും പോകുന്നു. അപ്പൊ എന്തായിരുന്നു ആ കണ്ടെയ്നർ ട്രക്കിന്റെ അകത്ത്? അവന്റെ ഫാമിലി രക്ഷിക്കാൻ പറ്റും. ഒരുപാട് ത്രില്ലിംഗ് സീനുകളുള്ള ആക്ഷൻ ത്രില്ലർ സിനിമ ബ്ലാക്ക് ഡോഗ്. രചന വില്യൻ മിക്കൽബറി, ഡാൻ വൈനിങ്, സംവിധാനം കെവിൻ ഹൂക്സ്. അപ്പോ ആരംഭിക്കലാങ്ങളാ. സിനിമ തുടങ്ങുന്നത് ഒരു ഫോർഡ് ട്രക്ക് വരുന്നത് കാണിച്ചുകൊണ്ടാണ്. പുറകിൽ മരത്തിന്റെ കുറെ ബോക്സുകൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വയർലെസ്സിൽ കൂടി FBI ഏജന്റ് അലൻ ഫോർഡിന്റെ വോയിസ് കേൾക്കുന്നു. നമ്മൾ എത്താറായി, നമുക്ക് വേണ്ടത് ആ ട്രക്കിന്റെ ഡ്രൈവറെ അല്ല, ആ ട്രക്കിനെ ഫോളോ ചെയ്താൽ മാത്രം മതി, അവൻ വെറും ഡ്രൈവർ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. FBI ടീം ആ ട്രക്കിനെ ഫോളോ ചെയ്യുന്നുണ്ട്, മുകളിൽ ഒരു ഹെലികോപ്റ്ററും. പക്ഷെ ആ ട്രക്ക് ഡ്രൈവർക്ക് അത് മനസ്സിലായിട്ടില്ല. FBI ഏജൻസിന് യൂണിഫോം ഒന്നുമില്ല, അതുകൊണ്ടാണ്. ആ ട്രക്കിലുള്ള മരത്തിന്റെ പെട്ടികൾക്കുള്ളിൽ എന്താണെന്ന് അറിയില്ല, പക്ഷെ എന്തോ കള്ളക്കടത്ത് സാധനമാണെന്ന് മനസ്സിലാവും. ഇതാണ് ഏജന്റ് ആലൻ ഫോർഡ്. പെട്ടെന്ന് അയാളുടെ കാറിനെ വേറൊരു കാർ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. അതിൽ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്. ഫോർഡ് അവർ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ കറുത്ത കാറിനൊന്ന് ശ്രദ്ധിക്കാൻ വയർലെസ്സിൽ കൂടി പറയുന്നുണ്ട് അയാൾ. പക്ഷെ അപ്പോഴേക്കും ട്രക്ക് ഡ്രൈവർ ആ കറുത്ത കാറിനെ കണ്ടിരുന്നു. സംശയം തോന്നിയ ഡ്രൈവർ പെട്ടെന്ന് ട്രക്ക് വെട്ടിച്ച് 2 കാറുകൾ ഇടിച്ചു തെറിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. അയാൾക്ക് പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ വയർലെസ്സിൽ കൂടി ഫോർഡ് വീണ്ടും പറയുന്നു, ആ ഡ്രൈവറെ മിസ് ചെയ്യരുത്, ബയ്യർ ആരാണെന്ന് അറിയാനുള്ള ലിങ്ക് അവൻ മാത്രമാണെന്ന്. അതായത് അവന്റെ ട്രക്കിലുള്ള സാധനം മേടിക്കുന്ന ആളെ പിടിക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ട്രക്ക് ഡ്രൈവർ ഉടനെ തന്നെ അവന്റെ ട്രക്കിന്റെ പുറകുവശം ഉയർത്തുന്നു. അതൊരു ടിപ്പറാണ്. അതങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് വണ്ടികൾക്കിടയിലൂടെ എല്ലാ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചാണ് അവൻ പോകുന്നത്. പുറകെ FBI ടീമും ഉണ്ട്. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ട്രക്കിൽ കെട്ടിവെച്ചിരുന്ന ബോക്സുകളെല്ലാം അഴിഞ്ഞ് തെറിച്ച് റോഡിലേക്ക് വീഴുന്നു. പുറകെ വന്ന ഏജന്റ് ഫോർഡിന്റെ കാർ ഒരു ബോക്സ് ഇടിച്ച് പൊളിക്കുന്നുണ്ട്. പക്ഷെ അവർ വീണ്ടും കാർ ഓടിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് ആ പൊളിഞ്ഞ ബോക്സിനകത്ത് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. അതിന്റെ അകത്ത് റോക്കി ബായുടെ കലാഷ്നിക്കോവ് ആയിരുന്നു. അത് ആർക്കോ കൊടുക്കാനായിട്ടാണ് ആ ട്രക്ക് ഡ്രൈവർ പോയിക്കൊണ്ടിരുന്നത്. ആ ബയ്യറെ പിടിക്കാനായിട്ടാണ് FBI ടീം അവനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഡ്രൈവർ അപ്പോഴും എസ്കേപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് 2 കാറുകൾ അവന്റെ വണ്ടിയുടെ വട്ടം വെക്കുന്നു. അവൻ ട്രക്ക് വെട്ടിത്തിരിച്ച് വേറെ വഴി പോകുന്നുണ്ട്. പക്ഷെ അവന്റെ വണ്ടിയുടെ പെട്രോൾ ടാങ്കിന് ലീക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ട്രക്ക് ഇടിച്ചു കയറി പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച് കത്ത് പിടിക്കുന്നു. അപ്പോഴേക്ക് FBI ടീം അങ്ങോട്ട് വരുന്നുണ്ട്. ഒപ്പം ആദ്യം കണ്ട കറുത്ത കാറിലുണ്ടായിരുന്ന ആളുകളും അവരുടെ ടീമും. ഏജന്റ് ഫോർഡ് തോക്കും ചൂണ്ടി വരുന്നത് കണ്ട ആ കറുത്ത കാറിലുണ്ടായിരുന്ന ആൾ, ഷൂട്ട് ചെയ്യരുത്, ഞാൻ ഏജന്റ് മക്ലാറൻ, ATF ഡിപ്പാർട്ട്മെന്റിന്റെ ആളാണെന്ന് പറയുന്നു. അപ്പോൾ ഫോർഡ് ദേഷ്യത്തിൽ FBI ടീമിന്റെ ഓപ്പറേഷനിൽ ATF ടീമിന് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. ഈ FBI ടീം എന്ന് പറഞ്ഞാൽ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ATF എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ, ടുബാക്കോ ആൻഡ് ഫയർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ്. അവരാണ് ഈ മദ്യവും മയക്കുമരുന്നും അതുപോലെ ആയുധങ്ങളുടെയൊക്കെ കേസ് അന്വേഷിക്കുന്നത്. ഈ 2 ഡിപ്പാർട്ട്മെന്റും ഒരേ ഓപ്പറേഷനോട് വന്നിരിക്കുകയാണ്. അപ്പോൾ മക്ലാറൻ ചോദിക്കുന്നു, നീ ആരാണെന്ന്. അപ്പോൾ ഫോർഡ്, ഞാൻ അലൻ ഫോർഡ് എന്ന് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് ദേഷ്യത്തിൽ, ആകെ കിട്ടിയത് കുറച്ച് തോക്കുകളും ആ ഡ്രൈവറുടെ ബോഡിയാണ്, പക്ഷെ അത് ആർക്കാണ് അയച്ചത്, അതായത് സെല്ലറേയും ബയറേയും കിട്ടിയില്ലെന്ന് പറയുന്നു. അതാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് FBI ടീം ഇത്രയും നേരം ആ ട്രക്ക് ഡ്രൈവറെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മക്ലാറിനും ടീമും, അതായത് ATF ടീം ഇടയിൽ കയറി അതെല്ലാം നശിപ്പിച്ചു. ആ ദേഷ്യത്തിലാണ് ഫോർഡ്. അവിടുന്ന് കാണിക്കുന്നത് ഒരു ട്രക്ക് വർക്ക്ഷോപ്പാണ്. അവിടുത്തെ സൂപ്പർവൈസർ പണിക്കാരോട് പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ നായകൻ ജാക്ക് ക്രൂസ് ജോലി ചെയ്യുന്നത്. അവൻ അവിടുത്തെ ഒരു മെക്കാനിക്കാണ്. അപ്പോൾ ആ സൂപ്പർവൈസർ വന്ന്, എനിക്ക് ഈ വണ്ടി ഇന്ന് തന്നെ വേണം എന്ന് അവനോട് പറയുന്നു. അപ്പോൾ ജാക്ക്, കട്ട്ലർ പറഞ്ഞത് നാളെ മതി എന്നാണല്ലോ എന്ന് പറയുന്നു. കട്ട്ലറാണ് അവരുടെ എല്ലാം ബോസ്. അത് കേട്ട് സൂപ്പർവൈസർ ഈഗോ ഹേർട്ടായി, കട്ട്ലർ എന്ത് പറഞ്ഞാൽ എനിക്കതറിയണ്ട, എനിക്ക് ലോഡ് വിടാനുണ്ട്, അതുകൊണ്ട് ഈ ട്രക്ക് ഇന്ന് തന്നെ വേണം, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ ജാക്ക്, എൻ്റെ മകളെ സ്കൂളിൽ നിന്ന് ഞാൻ വിളിച്ചുകൊണ്ട് വന്നോളെന്ന് ഭാര്യയോട് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നു. കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്നവനാണ് നമ്മുടെ നായകൻ. പക്ഷെ സൂപ്പർവൈസർ അതൊന്നും സമ്മതിക്കുന്നില്ല. അവൻ ആ ട്രക്ക് ഇന്ന് തന്നെ പണി കഴിഞ്ഞ് വേണമെന്ന് വാശി പിടിക്കുകയാണ്. പിന്നീട് അന്നത്തെ പണി കഴിഞ്ഞ് പോകാൻ നേരം ബോസ് കട്ട്ലർ അവനെ കാണണമെന്ന് പറഞ്ഞു എന്നറിഞ്ഞ് അവൻ അയാളെ കാണാനായിട്ട് ഓഫീസിലേക്ക് ചെല്ലുന്നു. കട്ട്ലർ ജാക്കിനോട് ഇരിക്കാൻ പറഞ്ഞിട്ട്, നീ 3 ആഴ്ചയിൽ എൻ്റെ ഒപ്പം ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് ജാക്കിൻ്റെ ജോബ് ആപ്ലിക്കേഷൻ ഫോം എടുത്തു വെച്ച് നോക്കി, നീ മുമ്പ് ട്രക്ക് ഡ്രൈവർ ആയിരുന്നല്ലേ എന്ന് ചോദിച്ചിട്ട്, എത്ര തിരക്കിൽ കൂടിയും ഈസി ആയിട്ട് ട്രക്ക് ഓടിക്കുന്ന ഒരു എക്സ്പെർട്ട് ഡ്രൈവറാണ് നീ എന്ന് നിന്റെ പരോൾ ഓഫീസറും പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ് അവനൊരു എക്സ്ട്രാ ജോലി അയാൾ ഓഫർ ചെയ്യുന്നു. അറ്റ്ലാന്റയിൽ നിന്നും ഒരു ലോഡ് കട്ട്ലർക്ക് എത്തിച്ചു കൊടുക്കണം, അതായിരുന്നു ആ ജോലി. അപ്പോൾ ജാക്ക് കട്ട്ലറോട്, എനിക്ക് ട്രക്ക് ഓടിക്കാൻ അറിയാമെന്ന് സാർ അറിഞ്ഞെങ്കിൽ ഞാൻ ജയിലിൽ പോയപ്പോൾ എൻ്റെ ലൈസൻസ് ക്യാൻസലായ കാര്യം സാറിന് അറിയാമായിരിക്കുമല്ലോ എന്ന് പറയുന്നു. അപ്പോൾ കട്ട്ലർ, ആരെങ്കിലും നിന്റെ വണ്ടി തടഞ്ഞാലല്ലേ നിനക്ക് ലൈസൻസ് കാണിക്കേണ്ട ആവശ്യമുള്ളൂ, ഇത് 15 മണിക്കൂറത്തെ ഓട്ടോ ഉള്ളൂ, ആരും അറിയില്ല, നിന്റെ പരോൾ ഓഫീസർ പോലും എന്ന് കട്ട്ലർ പറഞ്ഞെങ്കിലും ജാക്ക് സമ്മതിക്കുന്നില്ല. അപ്പോൾ കട്ട്ലർ, എൻ്റെ ഹോൾഡ് വെച്ച് ഞാൻ നിനക്ക് നിന്റെ ലൈസൻസ് തിരിച്ചെടുത്ത് തരാം, ഒപ്പം ഈ ഒറ്റ ട്രിപ്പിന് $10,000 നിനക്ക് കിട്ടും എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ജാക്ക് സമ്മതിക്കുന്നില്ല. അത് കണ്ട കട്ട്ലർ ചിരിച്ചുകൊണ്ട്, ട്രക്ക് ഓടിക്കുന്ന ജോലി നിനക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയാം, നീ ആലോചിച്ചിട്ട് നാളെ മറുപടി പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അവിടെ നിന്ന് കാണിക്കുന്നത് FBI ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അവിടെ ഏജന്റ് ഫോർഡ് ആകെ ദേഷ്യത്തിലാണ്. ATF അവരുടെ ഓപ്പറേഷനിൽ ഇടപെട്ടതിലുള്ള അമർഷം അയാൾ അവരുടെ ഹെഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്ലാരൻ പക്ഷേ അധികം ഒച്ച വയ്ക്കുന്നില്ല. അയാളെ
വളരെ സമാധാനപ്രിയനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫോർഡ്, നമുക്ക് വേറൊരു ലോഡിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഓപ്പറേഷൻ്റെ ഇടയിൽ ഇതുപോലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് ഹെഡിനോട് പറയുന്നു. അപ്പോൾ ഹെഡ്, ഇതൊരു ജോയിന്റ് ഓപ്പറേഷനാണ്, നിങ്ങൾ രണ്ടുപേരും എനിക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ ഫോർഡ് നിരാശയിൽ തലയാട്ടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജാക്കിന്റെ വീടാണ്. ഭാര്യ മെലനിയും മകൾ ട്രേസി അടങ്ങുന്ന കൊച്ചു കുടുംബം. അവർ അത്താഴം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ മകൾ ട്രേസി, വെള്ളിയാഴ്ച ഗെയിം ഉണ്ട്, അതിന് പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കുമോ എന്ന് അച്ഛനോട് ചോദിക്കുന്നു. ജാക്ക് അത് സമ്മതിക്കുന്നു. സ്നേഹമുള്ള അച്ഛൻ. അത്താഴം കഴിഞ്ഞ് ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് പഴയ ഓർമ്മ പുതുക്കാനായിട്ട് കത്തിക്കാൻ മെഴുകുതിരി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു പോയി. അടുക്കളയുടെ മേശ തുറന്ന് മെഴുകുതിരി എടുക്കുമ്പോൾ ആ മേശയുടെ ഉള്ളിൽ ഒരു ബാങ്ക് നോട്ടീസ് കിടക്കുന്നു. അത് കണ്ട് ജാക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പൊ പുറകെ മെലനി വന്നിട്ട്, ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഫ്രീ ആകുമ്പോൾ പറയാം എന്ന് ഓർത്തു എന്ന് പറയുന്നു. 9,000 രൂപയല്ല, ഡോളർ ബാങ്കിൽ അടയ്ക്കണം, ഇല്ലെങ്കിൽ വീട് പോകും. അപ്പൊ നീ ഇതെന്താ നേരത്തെ പറയാത്തത് എന്ന് ചോദിച്ച് ജാക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ മെലനി, പറഞ്ഞാലും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നീ അകത്തായിരുന്നില്ലേ, അതായത് ജയിലിലായിരുന്നില്ല എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേട്ട് ടെൻഷനായ ജാക്ക്, എനിക്ക് ഇന്നൊരു ഓഫർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒരു ലോഡ് അറ്റ്ലാന്റയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം, അതിന് $10,000 കിട്ടും. ആദ്യം അവന്റെ ബോസ് കട്ട്ലർ പറഞ്ഞ ഓഫറിനെ കുറിച്ചാണ് അവൻ മെലനിയോട് പറയുന്നത്. ആ ഓഫർ അവൻ എടുക്കുകയാണെങ്കിൽ അവരുടെ പ്രശ്നമെല്ലാം തീരും. ഇപ്പൊ മെലനി കരഞ്ഞുകൊണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നീ ഇതുപോലെ തന്നെ ഒരേ ഒരു ലോഡ് എന്നാണ് പറഞ്ഞത്, പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചെന്ന് നിനക്കറിയാം, എനിക്ക് വീണ്ടും അതേ വേദനയിൽ കൂടി കടന്നു പോകാൻ കഴിയില്ല ജാക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നു. അപ്പൊ ഫ്ലാഷ് ബാക്കിൽ പണ്ട് അവനൊരു രാത്രിയിൽ ട്രക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. മഴ പെയ്യുന്നുണ്ട്. ജാക്കിന് ശരിക്കും ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വന്ന് കണ്ണടഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റോഡിൽ നിന്നും ഒരു കറുത്ത പട്ടി ചാടി അവന്റെ വണ്ടിയുടെ ഗ്ലാസിന് മുന്നിലേക്ക് വരുന്നു. അത് കണ്ട് അവൻ പെട്ടെന്ന് ട്രക്ക് വെട്ടിത്തിരിക്കുന്നു. പെട്ടെന്ന് ജാക്ക് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. ആ ഫ്ലാഷ് ബാക്ക് അവൻ സ്വപ്നം കണ്ടതായിരുന്നു. അടുത്ത സീനിൽ ജാക്ക് അറ്റ്ലാന്റയിൽ വിമാനം ഇറങ്ങുന്നു. അവൻ ആ ജോലി ഏറ്റെടുത്തു. വേറെ വഴിയില്ല, അവന് പൈസ അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ വീട് പോകും. അതുകൊണ്ടാണ് ആ ജോബ് ഓഫർ അവൻ സ്വീകരിച്ചത്. അവൻ നേരെ ഒരു ട്രക്ക് ഗാരേജിലേക്കാണ് ചെല്ലുന്നത്. അവിടെ നിന്നാണ് അവന്റെ ലോഡ് എടുക്കേണ്ടത്. അവിടെ റെഡ് എന്ന ഒരാൾ വന്നിട്ട് അവന്റെ പണിക്കാരോട്, ഏൾ ഇതുവരെ തിരിച്ചു വന്നില്ല എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് പണിക്കാരൻ പറയുന്നു. ഏൾ ഒരു ട്രക്ക് ട്രയൽ ഓടിക്കാൻ പോയിരിക്കുകയാണ്. ഈ റെഡ് ആണ് അവിടുത്തെ ഇൻചാർജ്. ചുവന്ന ഷർട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് അവന് റെഡ് എന്ന പേരറിയില്ല. എന്തായാലും ആൾ ഭയങ്കര ദൈവവിശ്വാസിയാണ്, ബൈബിൾ വചനമൊക്കെ പറയും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ അവൻ ജാക്കിനെ പരിചയപ്പെടുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രയൽ ഓടിക്കാൻ കൊണ്ടുപോയ ഒരു പുതിയ ട്രക്കുമായിട്ട് ഏൾ അങ്ങോട്ട് വരുന്നു. ആ ട്രക്കിലാണ് ജാക്ക് ലോഡ് കൊണ്ടുപോകേണ്ടത്. പക്ഷെ ജാക്ക് ആ ട്രക്ക് വേണ്ട എന്ന് റെഡിനോട് പറയുന്നുണ്ട്. കാരണം പുതിയ ട്രക്ക് ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കും, അതുകൊണ്ടാണ്. ജാക്ക് ഭയങ്കര ബുദ്ധിമാനാണ്. അപ്പോൾ റെഡ് അവന്റെ ഒരു കുളിക്കാത്ത പണിക്കാരനോട് ജാക്കിന് വേറെ ട്രക്ക് കൊടുക്കാൻ പറഞ്ഞ് അവന്റെ കൂടെ ജാക്കിനെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് റെഡ് ആരെയും ഫോൺ ചെയ്ത് കട്ട്ലറിന് എന്തോ സംശയം ഉണ്ടെന്നും അതുകൊണ്ട് അയാൾ ഒരു പുതിയ ഡ്രൈവർ അയച്ചിട്ടുണ്ടെന്നും എനിക്ക് കുറച്ചുകൂടി പൈസ വേണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഫോണിൽ കൂടി മറ്റേയാൾ, ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്ക് നീയുമായിട്ടാണ് ഡീൽ, ഇന്ന് 6 മണിക്ക് ലോഡ് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ റെഡിന്റെ പണിക്കാരൻ ജാക്കിന് വേറൊരു ഗ്രേ കളർ ട്രക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡ് അങ്ങോട്ട് വന്നിട്ട്, ഏൾ നിന്റെ കൂടെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെന്തിനാണെന്ന് ജാക്കി ചോദിക്കുന്നു. ആ ട്രക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു കാറിൽ 2 പേര് വരുന്നുണ്ട്, സണ്ണി, വെസ്. ജാക്കിനെ കണ്ട് അത് ആരാണെന്ന് സണ്ണി ചോദിക്കുമ്പോൾ പുതിയ ഡ്രൈവർ ആണെന്ന് പറയുന്നു. സണ്ണിക്ക് അത് ഇത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ റെഡ്, നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചു പോകാം എന്ന് പറയുന്നു. അപ്പോൾ സണ്ണി, നീ എപ്പോഴും പ്ലാൻ മാറ്റുന്നതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തതെന്ന് അവൻ പറയുന്നുണ്ട്. എങ്കിലും അവൻ ജാക്കിനെ പരിചയപ്പെടുന്നു. പുറകെ വെസ്സും അവന് പരിചയപ്പെട്ടിട്ട്, ഞങ്ങൾ നിന്റെ തൊട്ട് പുറകെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നു. അത് കേട്ടാൽ എന്തിനാണെന്ന് ജാക്കി ചോദിക്കുമ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, ഞങ്ങൾ എല്ലാ ട്രക്കിന്റെ ഒപ്പം അങ്ങനെ അയക്കാറുണ്ട് എന്ന് റെഡ് പറയുന്നു. അങ്ങനെ ജാക്ക് അവരുടെ ഒപ്പം ചെന്ന് കണ്ടെയ്നർ തുറക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു കറുത്ത പട്ടി കുരയ്ക്കുന്നു. ജാക്ക് ഒരു നിമിഷം ഒന്ന് പേടിച്ചു. പെട്ടെന്ന് അങ്ങനെ വരുമ്പോൾ ആരായാലും പേടിക്കും. ഒരു സുന്ദരം പട്ടി, പേര് ടൈനി. ഫ്രണ്ട്ലി ആണ്. ജാക്ക് അവനെ തലോടുന്നുണ്ട്. കണ്ടെയ്നറിൽ ലോഡ് കയറ്റിയിട്ടുണ്ട്, നിനക്ക് കാണണമെന്ന് റെഡ് ചോദിച്ചപ്പോൾ, വേണ്ട, ഞാൻ വണ്ടി ഓടിക്കാൻ വന്നതാണ്, അത് മാത്രം ചെയ്തോളാം എന്ന് പറയുന്നു. ഹീസ് 100% പ്രൊഫഷണൽ. ജാക്ക് അവന്റെ ഗ്ലൗസ് ഒക്കെ ഇട്ട് റെഡിയാവുന്നുണ്ട്. അങ്ങനെ ആ കണ്ടെയ്നർ ട്രക്കിലേക്ക് ലോക്ക് ചെയ്യുന്നു. ട്രക്കിന്റെ അകത്ത് ഹെലികോപ്റ്റർ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫംഗ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ജാക്ക് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്തതും ഓഫായി പോകുന്നു. അപ്പോൾ അവൻ ടെൻഷനിലാവുന്നുണ്ട്. കാരണം കുറെ നാളായില്ലേ ട്രക്ക് ഓടിച്ചിട്ട്, അതുകൊണ്ടാണ്. പിന്നീട് അവൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോകുന്നു. അപ്പോൾ റെഡിന്റെ കുളിക്കാത്ത പണിക്കാരൻ, പുതിയ ഡ്രൈവർ വന്നുകൊണ്ട് നമ്മുടെ പ്ലാനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ട് റെഡ് പോകുന്നു. അവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് ഇപ്പോൾ അറിയില്ല. അങ്ങനെ ജാക്ക് പോകുന്നത് കാണിക്കുന്നു. ഏൾ ജാക്കിന്റെ ഒപ്പം ട്രക്കിലാണ്, സണ്ണിയും വെസ്സും പുറകെ കാറിലും. കുറച്ചു ദൂരം ചെന്നപ്പോൾ ബസ് മൂത്രം ഒഴിക്കണം, വണ്ടി നിർത്താൻ സണ്ണിയോട് പറയുന്നുണ്ട്. ഇപ്പൊ സണ്ണി കലിപ്പിൽ, നിനക്ക് എപ്പോഴും മൂത്രം ഒഴിക്കണം എന്ന് ചോദിച്ച് വൈറസിൽ കൂടി മുമ്പിലുള്ള ട്രക്കിന് വണ്ടി ഒതുക്കാൻ മെസ്സേജ് കൊടുക്കുന്നു. അങ്ങനെ അവർ ഒരു പെട്രോൾ പമ്പിൽ നിർത്തുന്നു. കാരണം ഇവിടത്തെ പോലെ റോഡ് സൈഡിലൊന്നും നിർത്തി കാര്യം സാധിക്കാൻ പറ്റില്ല അവിടെ. അങ്ങനെ അവർ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കാർ പുറകിൽ നിന്ന് വന്ന് സണ്ണിയുടെ കാറിനേരെ വെടിവെക്കുന്നു. അത് കണ്ണാടിയിൽ കൂടി ജാക്കും കാണുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് വമ്പൻ ചേസിങ്. സണ്ണി കാർ പറപ്പിച്ചൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ ഏൾ ആ വന്ന കാറിന്റെ അകത്തുള്ള ആളുകളെ കണ്ട്, അത് റെഡിന്റെ ആളുകളാണ്, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ജാക്കിനോട് പറയുന്നുണ്ട്. അവർ റെഡിന്റെ ആളുകളായിരുന്നു. മുമ്പോട്ട് ചെന്നപ്പോൾ കുറെ പഴയ കാറുകൾ കയറ്റിയ വേറൊരു ട്രക്ക് റോഡിന് വട്ടം കിടക്കുന്നു. തൊട്ടടുത്ത് ഒരു ചുവന്ന ചെറിയ ട്രക്കിൽ റെഡും ആ കുളിക്കാത്ത പണിക്കാരനും. സംഭവം എന്താണെന്ന് വെച്ചാൽ, റെഡ് ആദ്യം എന്തോ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് ജാക്ക് ഓടിക്കുന്ന ട്രക്കിലെ ലോഡ് അത് റെഡ് തന്നെ കൊടുത്തുവിട്ടാണ്. അത് അടിച്ചു മാറ്റാനാണ് അയാൾ
അയാളുടെ പ്ലാൻ. അതായത് റെഡിന്റെ അടുത്ത് നിന്ന് ലോഡ് പോവുകയും ചെയ്ത് ഇടയ്ക്ക് വെച്ച് ആരോ അത് കടത്തിക്കൊണ്ടുപോയി എന്ന് വരുത്തി തീർക്കാനാണ് റെഡിന്റെ പ്ലാൻ. പക്ഷെ ജാക്ക് ആ ട്രക്ക് വട്ടം കിടക്കുന്നത് കണ്ടിട്ടും അവന്റെ ട്രക്ക് നിർത്താതെ സ്പീഡ് കൂട്ടുന്നു. അത് കണ്ട് അപകടം മണത്ത ആ ട്രക്കിലെ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ജാക്കിന്റെ ട്രക്ക് ആ ട്രക്കിന്റെ പുറകിൽ ഇടിക്കുന്നു. അങ്ങനെ ആ ട്രക്ക് ഇടിച്ചു പൊളിച്ച് ജാക്ക് മുന്നോട്ട് പോകുന്നു. ഇത് കണ്ട് റെഡ് ഞെട്ടുന്നുണ്ട്. അവന് മനസ്സിലായി ജാക്ക് ടെററാണെന്ന്. അപ്പോഴേക്കും സണ്ണിയുടെ കാറിന് ഇടിച്ചുകൊണ്ടിരുന്ന മറ്റേ കാർ റെഡിന്റെ അടുത്തേക്ക് വരുന്നു. റെഡ് അവനോട് ദേഷ്യപ്പെട്ട് ജാക്കിനെ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഗ്യാപ്പിൽ സണ്ണി അവന്റെ കാർ അവരെ കടന്ന് ഓടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ റെഡ് ഒരു പണക്കൊതിയനാണെന്ന് ഞാൻ മനസ്സിലാക്കാതെ പോയെന്ന് ജാക്കിനോട് പറയുന്നുണ്ട്. അപ്പോഴേക്ക് റെഡിന്റെ ആൾക്കാർ വീണ്ടും സണ്ണിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. അവർ സണ്ണിയുടെ കാറിലിടിച്ച് ആ കാർ അവരുടെ കാറിന്റെ വട്ടം കിടക്കുന്നു. അവർ ആ കാർ ജാക്കിന്റെ ട്രക്കിന്റെ പുറകിലേക്ക് ഇടിച്ചു കയറ്റുന്നു. എന്നിട്ട് റിവേഴ്സ് എടുത്ത് വീണ്ടും ട്രക്കിലേക്ക് ഇടിപ്പിക്കുന്നു. അത് കണ്ട ജാക്ക് സണ്ണിയോട് വയർലെസ്സിൽ കൂടി അടുത്ത പ്രാവശ്യം അവർ റിവേഴ്സ് എടുക്കുമ്പോൾ നിന്റെ കാർ മുന്നോട്ട് ഓടിച്ചു പോകാൻ പറയുന്നു. അങ്ങനെ വില്ലന്മാർ വീണ്ടും അവരുടെ കാർ റിവേഴ്സ് എടുത്ത് ഇടിക്കാൻ വന്നതും സണ്ണി പെട്ടെന്ന് അവന്റെ കാർ മുന്നോട്ട് ഓടിച്ചു പോകുന്നു. അതേസമയം തന്നെ ജാക്ക് അവന്റെ ട്രക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നു. അപ്പോൾ വില്ലന്മാരുടെ കാർ ആ ട്രക്കിലേക്ക് ഇടിച്ചു കയറി തീ പിടിച്ച് അവന്മാര് മരിച്ചു പോകുന്നു. ജാക്കിന്റെ ബുദ്ധി സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സണ്ണി അവന്റെ കാർ വീണ്ടും ജാക്കിന്റെ ട്രക്കിന്റെ ഒപ്പം ഓടിച്ചു പോകുന്നു. പിന്നീട് ജാക്ക് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഇറങ്ങി ഏലിനോട് ആളുകൾ ഈ ലോഡിന് വേണ്ടി എന്നെ കൊല്ലാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറയുന്നു. അപ്പോൾ റെഡും ഗ്യാങ്ങും ആദ്യം കത്തിയ ആ കാറിന്റെ അടുത്ത് എത്തുന്നു. അപ്പോൾ റെഡിന്റെ കുളിക്കാത്ത പണിക്കാരൻ ആ ഡ്രൈവർ ആള് ടെററാണെന്ന് തോന്നുന്നു. അവന്റെ കയ്യിൽ നിന്നും ആ ലോഡ് തട്ടിയെടുക്കാൻ ഇച്ചിരി പാടുപെടും എന്ന് പറഞ്ഞപ്പോൾ റെഡ് അവനോട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് പ്രേയർ എന്ന് പറയുന്നു. റെഡ് എപ്പോഴും ബൈബിൾ വചനമൊക്കെ പറഞ്ഞ് നടക്കുമെങ്കിലും കയ്യിലിരിപ്പ് ചെകുത്താൻ്റെയാണെന്ന് മാത്രം. ജാക്കിനെ കാണിക്കുമ്പോൾ അവൻ ട്രക്കിന്റെ അകത്ത് കയറി അതിലുണ്ടായിരുന്ന മരത്തിന്റെ ഒരു പെട്ടി പൊളിച്ചു നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നതും AK-47 ആയിരുന്നു. അപ്പം അങ്ങോട്ട് വന്ന സണ്ണിയോട് എനിക്ക് തോന്നിയിരുന്നു ബോക്സ് അടച്ചിട്ട് വാ എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി പോകുന്നു. അപ്പോൾ സണ്ണി ആ ബോക്സിലുണ്ടായിരുന്ന ഒരു റിവോൾവർ എടുത്ത് അവൻ്റെ അരയിൽ വെക്കുന്നുണ്ട്. ജാക്ക് നേരെ കട്ട്ലറെ വിളിച്ച് റെഡ് ലോഡ് തട്ടിയെടുക്കാൻ ശ്രമിച്ചാരും പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് തോക്കായിരുന്നു എന്ന് പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ അത് നീ ചോദിക്കണമായിരുന്നു. ലോഡ് ഓക്കെ അല്ലേ, എനിക്ക് ആ ലോഡ് ഇന്ന് രാത്രി തന്നെ കിട്ടണം, അതിനാണ് നിനക്ക് ഞാൻ പൈസ ഓഫർ ചെയ്തത്. പിന്നെ ഈ കാര്യമെല്ലാം നിന്റെ പരോൾ ഓഫീസർ വിശ്വസിക്കും എന്ന് നീ വിചാരിക്കണ്ട എന്ന് കൂടി കട്ട്ലർ പറയുന്നു. അതൊരു ഭീഷണി കൂടിയായിരുന്നു. ജാക്ക് മുമ്പ് ജയിലിലായിരുന്നുകൊണ്ട് പരോൾ ഓഫീസറുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടിയാൽ വീണ്ടും പെടും. നമ്മുടെ ഇവിടെ മാസാമാസം സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ജാക്ക് ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അതിന് പല അർത്ഥങ്ങളുണ്ട്. അത് മനസ്സിലായ കട്ട്ലർ ഇവൻ നമുക്ക് പണിയാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സണ്ണി ഒരു AK-47 കൂടി എടുത്ത് ട്രക്കിൽ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം ഡോർ അടച്ച് ലോക്ക് ചെയ്ത് നമുക്ക് വേറെ വഴി തിരിഞ്ഞു പോകാം, അപ്പോൾ റെഡ് വഴി മാറി പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ജാക്ക് സണ്ണിയോട് നീ എൻ്റെ ഒപ്പം വണ്ടിയിൽ കയറാൻ പറയുന്നു. അത് കേട്ട് ടെൻഷനായ നീ എന്നെ സംശയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് ജാക്ക് തുറന്നു പറയുന്നു. അപ്പോൾ ഞാൻ അവരുടെ ഗ്യാങ്ങിലില്ല, നീ എന്നെ വെറുതെ സംശയിക്കുകയാണ്, അവർ എന്നെയും വെടിവെച്ച് നീ കണ്ടില്ലേ എന്ന് ചോദിച്ചെങ്കിലും ജാക്ക് അതൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പോൾ തിന്നാനുള്ള സാധനങ്ങളും മേടിച്ചുകൊണ്ട് അങ്ങോട്ട് വന്ന വെസ് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ അവിടെ നടന്നൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ജാക്കും സണ്ണിയും ട്രക്കിലും പുറകെ കാറിൽ വെസ്സും വീണ്ടും യാത്ര തുടരുന്നു. ഇതേ സമയം FBI ഓഫീസ് കാണിക്കുമ്പോൾ അവിടെ അവർ ജാക്ക് ഓടിക്കുന്ന ട്രക്ക് GPS വെച്ച് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ജാക്ക് വീണ്ടും യാത്ര തുടങ്ങിയത് അങ്ങനെ അവർ അറിയുന്നുണ്ട്. പക്ഷെ ആരാണ് ആ ട്രക്കിൽ GPS വെച്ചെന്ന് അറിയില്ല. $3 മില്യൺ വിലയെടുപ്പുള്ള ആയുധങ്ങളാണ് ആ ട്രക്കിൽ. അപ്പോൾ ആ തോക്കുകൾ പിടിച്ചെടുക്കട്ടെ എന്ന് മക്ലാരൻ ചോദിക്കുമ്പോൾ നമുക്ക് തോക്കുകൾ മാത്രം പോരാ, അതിന്റെ പുറകിലുള്ള ആളെയും പിടിക്കണമെന്ന് ഫോർഡ് പറയുന്നു. അപ്പോൾ അവരുടെ ഹെഡ് അങ്ങോട്ട് വന്നിട്ട് ആ ട്രക്ക് ഓടിക്കുന്ന ഡ്രൈവർ ജാക്രൂസ് ആണെന്ന് പറഞ്ഞ് അവന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അവൻ ജയിലിലായിരുന്നുവെന്നും നല്ല നടപ്പുകാരന് നേരത്തെ ഇറങ്ങിയെന്നും ഈ കേസിൽ അവന്റെ റോൾ വെറും ഡ്രൈവറുടെ മാത്രമാണെന്നും. അപ്പോൾ എന്തായിരുന്നു അവന്റെ കേസ് എന്ന് ചോദിക്കുമ്പോൾ അവന്റെ വണ്ടി ഇടിച്ചാരോ മരിച്ചുപോയി, അങ്ങനെയായിരുന്നു അവൻ ജയിലിലായത്. ജാക്കിനെ കാണിക്കുമ്പോൾ അവൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭാര്യയോട് സംസാരിക്കുന്നുണ്ട്. ആ വീട് എന്ത് വന്നാലും വിട്ടുകളയില്ല, അതിനാണ് ഈ റിസ്ക് ഒക്കെ എടുക്കുന്നതെന്ന് അവൻ പറഞ്ഞപ്പോൾ എനിക്ക് വീടിനേക്കാളും മുഖ്യം നീയാണെന്ന് മെലനി പറയുന്നു. സ്നേഹമുള്ള ഭാര്യയാണ് ജാക്കിന്റെ, നല്ല സ്നേഹമുള്ള കുടുംബം, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തും, ഐ ലവ് യു എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെക്കുന്നു. പക്ഷെ അവൾക്ക് നല്ല ടെൻഷനുണ്ട്. അങ്ങനെ ജാക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം റോഡ് നമ്പർ 85 വഴി പോകുക എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ ജാക്ക് നമ്പർ 26 വഴി പോകുന്നു. അത് കണ്ട് പുറകെ വന്ന അസ്വസ്ഥനാവുന്നുണ്ട്. ആ വഴി പോകുമ്പോൾ അവിടെ ഒരു വെയിറ്റ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട്. ജാക്ക് അവിടെ വന്ന് ട്രക്ക് നിർത്തുന്നു. പോലീസുകാർ വേറെ ഒരു ട്രക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സിഗരറ്റ് വലിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സണ്ണി വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു സിഗരറ്റ് കത്തിച്ച് അവന്റെ മൊബൈൽ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട്. കാർ അപ്പുറത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ജാക്കിന്റെ ട്രക്ക് പരിശോധിക്കാനായി പോലീസുകാർ വിളിക്കുന്നു. അവന്റെ ട്രക്കിന്റെ വെയിറ്റ് ഒരു പോലീസുകാരൻ പരിശോധിക്കുന്നുണ്ട്. വേറൊരു പോലീസുകാരൻ വണ്ടിയുടെ പേപ്പർ എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. പേപ്പറിൽ ടോയ്ലറ്റിലേക്കുള്ള സാധനങ്ങളാണ് എന്നാണുള്ളത്. ജാക്ക് വെറുതെ ആ പോലീസുകാരനോട് എന്തൊക്കെയോ കുശലങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അയാൾക്ക് എന്തോ സംശയം തോന്നി. വണ്ടി അപ്പുറത്തേക്ക് ഒതുക്ക്, ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയുന്നു. ജാക്ക് ടെൻഷൻ ആകുന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടുവന്ന സണ്ണിയുടെ പുറകിൽ വന്ന് നിൽക്കുന്നു. അവൻ സംസാരിച്ചു കഴിഞ്ഞതും നീ ആരോടാണ് സംസാരിച്ചെന്ന് ചോദിക്കും. സണ്ണി പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് എന്റെ അമ്മയോടായിരുന്നു
ആയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഏൾ അത് വിശ്വസിക്കുന്നില്ല. അപ്പോൾ സണ്ണി സംശയം ഉണ്ടെങ്കിൽ നീ വിളിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞ് ആശുപത്രിയുടെ പേരും അവൻ്റെ അമ്മയുടെ പേരും ഏളിന് പറഞ്ഞു കൊടുത്ത് ഫോൺ അവൻ്റെ കയറി നീട്ടുന്നു. ഏൾ ആ ഫോൺ വാങ്ങിക്കാതെ സണ്ണിയെ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നുണ്ട്. സണ്ണി തിരിച്ചും. അപ്പോഴേക്കും ആ പോലീസുകാരൻ ട്രക്ക് തുറന്ന് അതിനകത്തേക്ക് കയറിയിരുന്നു. ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് വെസ് അത് കണ്ട് ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഓഫീസിനകത്ത് ഇരുന്ന പോലീസുകാരൻ ഒരു ഫോൺ വരുന്നുണ്ട്. അയാൾ ഉടനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ട്രക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അത് കണ്ട് ഏളും വെസും ടെൻഷൻ ആവുന്നുണ്ട്. നമ്മളും ടെൻഷന്റെ മുൾമുനയിലാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പെട്ടെന്ന് ട്രക്കിന്റെ അകത്ത് പരിശോധിച്ചുകൊണ്ടിരുന്ന പോലീസുകാരൻ അതിനകത്തുണ്ടായിരുന്ന ടൈനി എന്ന കറുത്ത പട്ടിയുടെ മുമ്പ് ചെല്ലുന്നു. അവൻ കുറച്ചെങ്കിലും ഒന്നും ചെയ്തില്ല. പക്ഷെ പട്ടിയെ കണ്ട് ഒരു നിമിഷം ഞെട്ടിയിരുന്ന അയാളെ മറ്റേ പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്ന് ട്രക്കിന്റെ പുറത്തേക്ക് വരാൻ പറഞ്ഞു വിളിക്കുന്നു. അങ്ങനെ അയാൾ ഇറങ്ങി മറ്റേ പോലീസുകാരനോടൊപ്പം പോകുന്നു. അപ്പോൾ ജാക്ക് ആശ്വാസത്തിൽ ടൈനിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഡോർ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ സണ്ണിയോട് ആരോ നമ്മളെ കടത്തിവിടാൻ സഹായിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അത് സത്യമായിരുന്നു. അവരെ കടത്തിവിടാൻ പറഞ്ഞു വിളിച്ചത് FBI ടീമായിരുന്നു. കാരണം പ്രശ്നമൊന്നും ഇല്ലാതെ ആ ട്രക്ക് കടന്നു പോയാലാണല്ലോ ആരാണ് കള്ളക്കടത്തിന്റെ പുറകിലുള്ളത് എന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അലനും മക്ലാറിനും വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അവർ തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. എന്നിട്ട് ഹെഡിന്റെ അടുത്ത് നിന്ന് ജാക്കിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവന് ഭാര്യയും ഒരു മകളും ഉണ്ട് എന്ന് ഹെഡ് പറയുന്നു. ജാക്കിനെ കാണിക്കുമ്പോൾ അവർ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സണ്ണി അവനോട് ഫാമിലിയെ കുറിച്ച് ചോദിച്ചിട്ട് നിനക്ക് നല്ലൊരു കുടുംബമുണ്ട്, പിന്നെ എന്തിനാണ് ഈ പണിയുന്നതെന്ന് ചോദിച്ചപ്പോൾ ജാക്ക് അവന്റെ വീടിന്റെ കാര്യം സണ്ണിയോട് പറയുന്നു. അപ്പോൾ അവന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ കട്ട്ലർ അങ്ങോട്ടെത്തി ജാക്കിന്റെ ഭാര്യയെയും മകളെയും തടവിലാക്കുന്നു. വീണ്ടും ജാക്കിനെ കാണിക്കുമ്പോൾ റെഡിന്റെ ആൾക്കാർ വേറെ 3 ട്രക്കിലെത്തി ഏളിന്റെ കാർ തള്ളി റോഡിന്റെ സൈഡിലേക്ക് വിട്ട് ജാക്കിന്റെ ട്രക്കിനെ മുമ്പിലും പുറകിലും സൈഡിലും വന്ന് ലോക്കാക്കുന്നു. എന്നിട്ട് മുമ്പിൽ പോയ ട്രക്ക് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തുന്നു. ജാക്കിന്റെ ട്രക്ക് ആ ട്രക്കിന്റെ പുറകിൽ ഇടിച്ചെങ്കിലും അവൻ വണ്ടി നിർത്താതെ മറ്റേ ട്രക്കിനെ തള്ളി മുന്നോട്ട് തന്നെ പോകുന്നു. ജാക്കിന്റെ ട്രക്ക് പവർഫുൾ ആണ്. മുമ്പിലെ ട്രക്കിന്റെ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി നിർത്താൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അങ്ങനെ ഒരു വളവിലെത്തിയപ്പോൾ മുമ്പിലുള്ള ട്രക്കിന്റെ കണ്ടെയ്നർ ആ ട്രക്കിൽ നിന്നും വേർവിട്ട് പോകുന്നു. ജാക്ക് ആ കണ്ടെയ്നറും കടന്ന് മുമ്പോട്ട് പോകുന്നു. പക്ഷെ ജാക്കിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ട്രക്ക് ആ കണ്ടെയ്നറിൽ ഇടിച്ച് റോഡ് സൈഡിൽ ഒരു സേഫ്റ്റി മീഡിയനും പൊളിച്ച് നേരെ ഒരു കൊക്കയിലേക്ക് വീഴുന്നു. അവൻ തീർന്നു. അപ്പോൾ കണ്ടെയ്നർ വേർവിട്ട് പോയ ട്രക്ക് ഡ്രൈവർ പേടിപ്പിച്ച് വണ്ടി പറപ്പിച്ചു വിടുകയാണ്. ജാക്ക് പുറകെ ഉണ്ട്. അവന്റെ പുറകെ റെഡിന്റെ കുളിക്കാത്ത പണിക്കാരന്. അവൻ ജാക്കിന്റെ ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് വന്ന് ഒപ്പം പിടിച്ചു ഓടിക്കുന്നു. അപ്പോൾ ഒരു വണ്ടി ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വരുന്ന കണ്ട് അവൻ പെട്ടെന്ന് അവന്റെ ട്രക്ക് വെട്ടിച്ച് മാറ്റുന്നു. പക്ഷെ നിയന്ത്രണം വിട്ട ആ ട്രക്ക് നേരെ ഒരു പെട്രോൾ പമ്പിലേക്ക് ഇടിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന ഒരു ഡമ്മി പെട്രോൾ ടാങ്കർ ലോറിയിൽ ഇടിച്ച് പൊട്ടിത്തെറിച്ച് കത്ത് പിടിച്ച് അവനും മരിക്കുന്നു. ഇനി ബാക്കി ആ കണ്ടെയ്നർ വിട്ടുപോയ ട്രക്ക് ഓടിച്ച് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവർ മാത്രം. അങ്ങനെ ഒരു വളവിലെത്തിയപ്പോൾ അവിടെ ഒരു വണ്ടി ആക്സിഡന്റ് ആയി റോഡിന്റെ വട്ടം കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഓവർ സ്പീഡിൽ പറപ്പിച്ചു വന്ന അയാൾ അതിലേക്ക് ഇടിച്ചു കയറി ആ വണ്ടി തല കുത്തി മറിഞ്ഞു വീണ് അങ്ങനെ അവന്റെ കാര്യം കഴിഞ്ഞു. അങ്ങനെ ആ വമ്പൻ ചേസിംഗ് സീൻ അവിടെ തീരുന്നു. ജാക്ക് വീണ്ടും മുന്നോട്ട് പോകുന്നു. നല്ല അടിപൊളി ആക്ഷൻ സീനായിരുന്നു അത്. അന്ധകാലത്ത് അവർ അത്രയും സൂപ്പറായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടായി. അങ്ങനെ ജാക്ക് അവന്റെ ട്രക്ക് കുറേ മരങ്ങൾക്കിടയിൽ കൊണ്ട് നിർത്തുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഏളും വെസും വരുന്നു. എന്ത് ചേസിംഗ് ആയിരുന്നു, ഞാൻ ഇപ്പോൾ എന്റെ പാൻസിൽ മുള്ളിപ്പോനെ എന്ന് പറഞ്ഞ് വെസ് വീണ്ടും മൂത്രം ഒഴിക്കാനായി പോകുന്നു. അപ്പോൾ ജാക്ക് നിങ്ങളിൽ ഒരാൾ നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡിനെ അപ്പം അറിയിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഏൾ സണ്ണി ആദ്യം വെയിറ്റ് ചെക്ക് ചെയ്ത സ്ഥലത്ത് വെച്ച് ആർക്കോ ഫോൺ ചെയ്തിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതെന്റെ അമ്മയാണ് വിളിച്ചത്, നിനക്കും ഇഷ്ടം പോലെ സമയം കിട്ടിയല്ലോ ഫോൺ ചെയ്യാൻ, അപ്പോൾ നീ ആയിരിക്കില്ല എന്ന് സണ്ണി തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ ഏൾ എനിക്ക് ഈ തോക്കുകൾ വേണമായിരുന്നെങ്കിൽ നിന്നെയൊക്കെ കൊന്ന് ഞാൻ എപ്പോഴും അത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ജാക്ക് വെസ് ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നു. വെസ്സിനെ കാണിക്കുമ്പോൾ അവൻ ബാത്റൂമിന്റെ അകത്തിരുന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. പെട്ടെന്ന് അവർ വാതിൽ ഇടിച്ചു തുറന്ന് അവനെടുത്ത് പുറത്തിട്ട് അവന് നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൻ പേടിച്ച് സത്യം പറയുന്നു. റെഡ് അവന് പൈസ കൊടുത്ത് അവരുടെ നീക്കങ്ങൾ അപ്പപ്പോൾ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. വെസ് ആയിരുന്നു അവരുടെ കൂട്ടത്തിലെ സുരേഷ് കൃഷ്ണ. അവൻ ഇത്രയും നേരം അവരെല്ലാം പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. അപ്പോൾ വെസ് എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞ് കരഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യുന്ന പോലെ കാണിച്ച് പെട്ടെന്ന് തോക്കെടുത്ത് സണ്ണിയുടെ നേരെ ചൂണ്ടുന്നു. അപ്പോൾ സണ്ണിയും മേളും അവന്റെ നേരെ തിരിച്ചും ചൂണ്ടുന്നുണ്ട്. എന്തും സംഭവിക്കാം. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നു. ആരുടെയാണെന്ന് അറിയില്ല. എല്ലാവരുടെയും റിംഗ് ടോൺ എല്ലാം ഒരുപോലെയായിരുന്നു. 3 പേരും ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുന്നുണ്ട്. പെട്ടെന്ന് ഏൾ അവന്റെ ഫോൺ ഇത് നിനക്കാണ് എന്ന് പറഞ്ഞ് വെസ്സിന് നേരെ എറിഞ്ഞു കൊടുക്കുന്നു. വെസ് ആ ഫോൺ ക്യാച്ച് ചെയ്തതും സണ്ണി അവനെ ഇടിച്ച് താഴെ ഇടുന്നു. പക്ഷെ അപ്പോഴും ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജാക്കിന്റെ ഫോണായിരുന്നു. കട്ട്ലർ ആയിരുന്നു അവനെ വിളിച്ചത്. ലോഡ് ഓക്കെ അല്ലേ എന്ന് അയാൾ ചോദിച്ചപ്പോൾ റെഡ് അവന്റെ ആളുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേര് മരിച്ചു കഴിഞ്ഞു. ഇനി ചിലപ്പോൾ പോലീസുകാരും പുറകെ വരും. ഞാൻ ഇനി ഇതിലില്ല എന്ന് ജാക്ക് പറയുന്നുണ്ട്. അപ്പോൾ കട്ട്ലർ തടവിലാക്കിയ ജാക്കിന്റെ ഭാര്യ മെലനിക്ക് ഫോൺ കൊടുത്തിട്ട് ജാക്കിനോട് സംസാരിപ്പിക്കുന്നു. അത് കേട്ട് കലിപ്പിലായി ജാക്ക് കട്ട്ലറോട് അവരെ തൊട്ടാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. ഉടനെ കട്ട്ലർ നീ ഇവിടെ എത്താറാകുമ്പോൾ വിളിക്ക്, എങ്ങോട്ട് വരണമെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. ജാക്ക് ശരിക്കും ദേഷ്യത്തിലാവുന്നുണ്ട്. എന്താണ് പറ്റിയെന്ന് ഏൾ ചോദിച്ചപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ആ ട്രക്ക് ഞാൻ ഡെലിവർ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് ജാക്ക് പുറത്തേക്ക് പോകുന്നു. കാരണം അവന്റെ ഫാമിലി ഇപ്പോൾ തടവിലാണല്ലോ. അവരെന്ത് വില കൊടുത്ത് അവനെ രക്ഷിക്കണം. വെസ്സിനോട് പാൻസ് കയറ്റിയിട്ട് കൂടെ വരാൻ പറഞ്ഞ് ഏൾ ഇറങ്ങിപ്പോകുന്നു. അവർ വെസ്സിനൊന്നും ചെയ്യുന്നില്ല. അവിടുന്ന് റെഡിനെ കാണിക്കുമ്പോൾ അവന്റെ കുളിക്കാത്ത പണിക്കാരനെ ഓടിച്ച കത്ത് പിടിച്ച ട്രക്കിന്റെ അടുത്ത് നിന്നും ഒരു പണി ചെയ്യാനുണ്ടെങ്കിൽ അത് തനിയെ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു പോകുന്നു. അവന്റെ പണിക്കാരൻ മരിച്ചാൽ അയാൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ജാക്കിനെ കാണിക്കുമ്പോൾ അവരെല്ലാവരും ഇപ്പോൾ ട്രക്കിന്റെ അകത്താണ്. കാർ ഉപേക്ഷിച്ചു. വെസ്സിനെ കെട്ടിവെച്ചിരിക്കുകയാണ്. അവിടുന്ന് FBI ഓഫീസ് കാണിക്കുമ്പോൾ മക്ലാറൻ 3 ട്രക്കുകൾ ആക്സിഡന്റ് ആയതും ഡ്രൈവർമാർ മരിച്ചതും പറഞ്ഞ് എത്രയും പെട്ടെന്ന് ജാക്കിന്റെ ട്രക്ക് പിടിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ ഫോർഡ് അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹെഡ് മക്ലാറിനോട് നിങ്ങൾ
നിങ്ങളുടെ തർക്കം നിർത്ത്, നമ്മുടെ ഒരാൾ ആ ട്രക്കിലുണ്ടെന്ന് പറയുന്നു. അത് കേട്ട് ഫോർഡ് ചിരിക്കുന്നുണ്ട്. മക്ലാരൻ വണ്ടർ അടിച്ചിരിക്കുന്നു. അത് അയാൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അങ്ങനെയാണ് FBI ടീമിന് ജാക്കിന്റെ ട്രക്ക് വന്ന് ലൊക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് ആരാണ്? ജാക്കിനെ കാണിക്കുമ്പോൾ വെസ് എന്തോ പറയാൻ ശ്രമിക്കുന്നത് കണ്ട് സണ്ണി അവന്റെ വായിൽ കെട്ടിയിരുന്ന തുണി മാറ്റിയപ്പോൾ അവൻ ഞാൻ റെഡിനോട് നമ്മൾ ഏത് വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞിരുന്നു, അവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞതും അവരുടെ ട്രക്കിനെ ഫോളോ ചെയ്ത് ബൈക്കിൽ 2 പേര് വരും. എന്നിട്ട് അവർ ട്രക്കിന് നേരെ തുരുതുര വെടിവെക്കുന്നുണ്ട്. അതിനുശേഷം അതിലൊരുത്തൻ ട്രക്കിലേക്ക് ചാടി കയറുന്നു. അപ്പോൾ താഴെ വീണ് അവന്റെ ബൈക്കിൽ ഇടിച്ച് രണ്ടാമത്തവൻ തലയും കുത്തി വീഴുന്നു. വെസ് അവന്റെ കയ്യിലെ കെട്ടഴിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ സണ്ണി സമ്മതിക്കുന്നില്ല. ഏൾ ട്രക്കിൽ കയറിനെ വെടിവെക്കാൻ നോക്കിയതും അവനൊരു ചങ്ങല വെച്ച് ഏളിന്റെ കയ്യിലടിക്കുന്നു. ആ അടി കൊണ്ട് ഏളിന്റെ കയ്യിൽ നിന്ന് തോക്ക് തെറിച്ചു പോകുന്നുണ്ട്. അപ്പോൾ സണ്ണി ഏളിനെ മാറ്റി അവന്റെ സീറ്റിൽ വന്നിരിക്കുന്നു. വെസ് വീണ്ടും അവന്റെ കയ്യിലെ കെട്ടഴിക്കാൻ പറയുന്ന കേട്ട് ജാക്ക് അത് അഴിച്ചു കൊടുക്കാൻ പറയുന്നു. ഏൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് റെഡ് അവന്റെ ചുവന്ന വണ്ടിയിൽ അങ്ങോട്ട് വന്ന് അവരുടെ നേരെ വെടിവെക്കുന്നു. വീണ്ടും വമ്പൻ ചേസിങ്. പക്ഷെ റെഡിന്റെ ഒരു വെടി സണ്ണിക്ക് കൊള്ളുന്നു. ജാക്ക് ഉടനെ റെഡിന്റെ വണ്ടി തള്ളി റോഡ് സൈഡിലേക്ക് വിടുന്നുണ്ട്. എന്നിട്ട് നോക്കുമ്പോൾ പെട്രോൾ കുറഞ്ഞു വരുന്നു. അത് ആ ട്രക്കിൽ കയറാൻ പുറകിൽ കേബിൾ ഡിസ്കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു. ജാക്ക് ഉടനെ വണ്ടി ഏളിന് ഓടിക്കാൻ കൊടുത്തിട്ട് പുറകിലേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും റെഡ് വീണ്ടും വണ്ടി എടുത്ത് അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ജാക്ക് പുറകിൽ ചെന്ന് ആ ബൈക്കുകാരനായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും റെഡ് അങ്ങോട്ട് വന്ന് വെടിവെക്കുന്നു. ഒരു വെടി ജാക്കിന്റെ കൈ കൊള്ളുന്നുണ്ട്. അവൻ പെട്ടെന്ന് ആ ബൈക്കുകാരന്റെ മോന്തയ്ക്ക് ഒരു കുത്തു കൊടുത്ത് അവനെടുത്ത് റെഡിന്റെ വണ്ടിയിലേക്ക് എറിയുന്നു. അപ്പോൾ അവൻ വന്ന് വീണപ്പോൾ റെഡിന് കൺട്രോൾ പോയി അവന്റെ വണ്ടി ആക്സിഡന്റ് ആവുന്നു. പക്ഷെ അവനൊന്നും പറ്റിയില്ല. എങ്കിലും ജാക്ക് നിന്നെ ഞാൻ കൊല്ലുമട പന്നിയെന്ന് റെഡ് ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ജാക്ക് വീണ്ടും കേബിൾ എല്ലാം കണക്ട് ചെയ്ത് തിരിച്ച് വണ്ടിയിൽ കയറുന്നു. അപ്പോൾ വെടി കൊണ്ട സണ്ണിയുടെ അവസ്ഥ മോശമാണെന്ന് കണ്ട അവൻ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുന്നു. അപ്പോൾ സണ്ണി ജാക്കിനോട് ഞാനൊരു FBI ഏജന്റ് ആണ് എന്ന സത്യം പറയുന്നു. നമ്മൾ എവിടെയാണെന്ന് അവർക്കറിയാം, അവർ വരും, നിന്റെ ഫാമിലി തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് അറിയാം. പക്ഷെ ഈ തോക്കുകൾ അവന്മാരുടെ കയ്യിലെത്തിയാൽ ഒരുപാട് മരണങ്ങൾ നടക്കും, അത് സംഭവിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞതും സണ്ണി മരിച്ചു പോകുന്നു. ജാക്ക് അവന്റെ കണ്ണുകൾ അടച്ചിട്ട് അതെനിക്കറിയാമായിരുന്നു സണ്ണി എന്ന് പറയുന്നു. അതായത് സണ്ണി ഒരു FBI ഏജന്റ് ആയിരുന്നെന്ന് ജാക്കിന് നേരത്തെ മനസ്സിലായിരുന്നു. പിന്നീട് ജാക്ക് അവന്റെ കയ്യിലെ വെടി കൊണ്ട് മുറിവ് കിട്ടുന്നുണ്ട്. അപ്പോഴാണ് അവൻ ആദ്യം വണ്ടിയിലുണ്ടായിരുന്ന ബോക്സ് തുറന്ന് ചെക്ക് ചെയ്ത് ഓർമ്മ വരുന്നത്. ആ സമയം സണ്ണിയും അവന്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. അവൻ പെട്ടെന്ന് ചെന്ന് ആ ബോക്സ് വീണ്ടും തുറന്നു നോക്കിയപ്പോൾ അതൊരു GPS ട്രാക്കർ, അത് സണ്ണി വെച്ചതായിരുന്നു. അവൻ അത് എടുക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ രാത്രിയായി. അപ്പോൾ ഏൾ ജാക്ക് ജയിലിൽ പോയതറിഞ്ഞ് എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചപ്പോൾ അന്ന് സംഭവിച്ച കാര്യം ജാക്ക് പറയുന്നു. അന്ന് അവന്റെ മകളുടെ പിറന്നാൾ ദിവസമായിരുന്നു. അപ്പോൾ എത്രയും വേഗം വീട്ടിലെത്താൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ 6ാമത്തെ ട്രിപ്പായിരുന്നു അത്. അതിന്റെ ക്ഷീണം കാരണം കണ്ണടഞ്ഞു പോകുന്നുണ്ടായിരുന്നു അവന്റെ. പെട്ടെന്നാണ് ഒരു കറുത്ത പട്ടി അവന്റെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീണത്. പെട്ടെന്ന് അവൻ ട്രക്ക് വെട്ടിത്തിരിച്ച് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിലേക്ക് ഇടിക്കുന്നു. ആ കാർ ബ്രേക്ക് ഡൗൺ ആയി കിടന്നായിരുന്നു എന്ന് തോന്നുന്നു. കാറിന്റെ അകത്തൊരു സ്ത്രീയും പുറത്തൊരു പുരുഷനും നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ മരിച്ചു പോകുന്നു. അങ്ങനെയാണ് ജാക്ക് ജയിലിലാകുന്നത്. ആ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവർ ഒരു ട്രക്ക് പാർക്കിങ്ങിലേക്ക് എത്തുന്നു. ട്രക്കുകളൊക്കെ പാർക്ക് ചെയ്ത് അവിടെ അടുത്തുള്ള റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാം. ഏളും ബസ്സും ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ജാക്ക് FBI ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഈ തോക്കെടുത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ഏജന്റിനോട് സംസാരിക്കണം, എനിക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ കുറെ ചോദ്യങ്ങളൊക്കെ തിരിച്ച് അവനോട് ചോദിച്ചതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അവൻ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഏളിന്റെയും വെസ്സിന്റെയും അടുത്തെത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൂടുതൽ റിസ്ക് ആണ്, ആർക്കെങ്കിലും പോകണമെങ്കിൽ ഇപ്പോൾ പോകുക എന്ന് പറയുമ്പോൾ നിന്റെ കൂടെ വന്നാൽ എനിക്ക് എന്റെ പൈസ കിട്ടുമോ എന്ന് ഏള് ചോദിക്കുന്നു. അപ്പോൾ കിട്ടില്ല എന്ന് ജാക്ക് പറയുമ്പോൾ എന്നാലും സാരമില്ല, എനിക്ക് വേറെങ്ങും പോകാനില്ല, ഞാൻ വരുന്നുണ്ടെന്ന് ഏള് പറയുന്നു. പക്ഷെ വെസ് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ജാക്ക് അത് സമ്മതിച്ചിട്ട് എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം എന്ന് വെസ്സിനോട് പറയുന്നു. അങ്ങനെ അവർ അവനെ വേറൊരു ട്രക്കിൽ കയറ്റി വിടുന്നുണ്ട്. ആ ട്രക്കിൽ ജാക്ക് ആദ്യം എടുത്ത് GPS ട്രാക്കർ വെക്കുന്നു. ആ ട്രക്കാണെങ്കിൽ അവരെ വന്ന വഴിയാണ് പോകുന്നത്. അപ്പൊ അത് കണ്ട് FBI ടീം ഇവരെന്തിനാണ് വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നതെന്ന് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പൊ മക്ലാരൻ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്ക് ആ ട്രക്ക് പിടിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ സണ്ണിയുടെ അടുത്ത് നിന്നും വേറെ ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഈ പ്രാവശ്യം ഹെഡ് സമ്മതിക്കുന്നു. അങ്ങനെ അവർ ആ GPS വെച്ചിരുന്ന ട്രക്ക് തടയുന്നു. തോക്ക് ചൂണ്ടിരുന്ന ഫോർഡിന് ഇത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് വെസ് അവന്റെ ഫോൺ കൊടുക്കുന്നുണ്ട്. അതിൽ ജാക്കായിരുന്നു. ഇതായിരുന്നു വെസ്സിനോട് അവൻ ചെയ്യാൻ പറഞ്ഞ കാര്യം. അപ്പോൾ ജാക്ക് ഫോണിൽ കൂടി നിങ്ങൾക്ക് ആ തോക്കുകൾ വേണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണം എന്ന് ഫോർഡിനോട് പറയുന്നു. അവൻ ആദ്യം മര്യാദയ്ക്ക് ഇത് പറയാനാണ് FBI ഓഫീസിലേക്ക് വിളിച്ചത്. അപ്പോൾ അവന് സംസാരിക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവർക്ക് വഴിതെറ്റി വേറെ ട്രക്കിനെ ചേസ് ചെയ്ത് പിടിക്കേണ്ടി വന്നു. കഷ്ടം. അവിടുന്ന് കാണിക്കുന്നത് ജാക്കിന്റെ വീടാണ്. അവൻ കട്ട്ലറെ വിളിച്ച് എന്റെ ഭാര്യയോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. കട്ട്ലർ മേലിനിക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവളോട് സംസാരിച്ചു കഴിഞ്ഞ് ജാക്ക് കട്ട്ലറോട് നിനക്ക് നിന്റെ സാധനം കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ കട്ട്ലർ മര്യാദയ്ക്ക് ആ തോക്കുകൾ എനിക്ക് തന്നില്ലെങ്കിൽ നിന്റെ ഭാര്യയും കുഞ്ഞിനെയും ഞാൻ കൊന്നുകളയുമെന്ന് പറയുന്നു. അപ്പോൾ ജാക്ക് നീ അവരൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം, കാരണം നിനക്ക് നിന്റെ തോക്ക് വേണം. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ അവരെയും കൊണ്ടുവന്ന് അവരെ എനിക്ക് തന്ന് നീ നിന്റെ തോക്കുകളും കൊണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് വരേണ്ട സ്ഥലം അവന് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് കട്ട്ലർ വല്ലാതെ ദേഷ്യത്തിലാവുന്നുണ്ട്. അങ്ങനെ അയാൾ മെലനിയും ട്രെസിയെയും കൊണ്ട് ജാക്ക് പറഞ്ഞ സ്ഥലത്തെത്തുന്നു. അതൊരു പോർട്ടാണ്. ജാക്ക് അവിടെ അവരെയും കാത്ത് ഒരു കപ്പലിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. കട്ട്ലർ അവന്റെ അടുത്തേക്ക് എന്നിട്ട് എന്റെ സാധനം എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ജാക്ക് ഒരു വയർലെസ് എടുത്ത് ഏളിന് വിളിക്കുന്നു. ഏൾ ആ കണ്ടെയ്നർ വെള്ളത്തിന് മുകളിൽ ഒരു ക്രെയിനിൽ പൊക്കി വെച്ചിരിക്കുന്നത് പതുക്കെ തിരിക്കുന്നു. അപ്പോൾ ജാക്ക് നീ എന്റെ ഫാമിലി വിട്ടില്ലെങ്കിൽ നിന്റെ ഫുൾ ലോഡ് കടലിൽ പോകുമെന്ന് കട്ട്ലറോട് പറയുന്നു. അപ്പോൾ കട്ട്ലർ ഉടനെ മെലനിയുടെ തലയിൽ തോക്ക് വെച്ചിട്ട് എനിക്ക് ഒരു ലോഡ് പോയാൽ വേറെ 10 ലോഡ് കിട്ടും, പക്ഷേ നിനക്ക് നിന്റെ ഫാമിലി പോയാൽ അവർ വീണ്ടും കിട്ടുമോ എന്ന് ചോദിക്കുന്നു. ആഹാ, ഭീഷണി എന്നൊക്കെ പറഞ്ഞ ഇതാണ്. പക്ഷെ ജാക്ക് അപ്പോൾ തന്നെ ഏളിനെ വിളിച്ചിട്ട് കട്ട്ലർക്ക് അവന്റെ ലോഡ് കുറച്ച് കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ഏൾ ആ കണ്ടെയ്നർ ചെരിച്ച് അതിൽ നിന്നും കുറച്ച് ബോക്സുകൾ
താഴെ വെള്ളത്തിലേക്ക് ഇടുന്നു. അത് കണ്ട് കട്ട്ലർ ടെൻഷനായി ട്രേസിയെ ജാക്കിന് വിട്ടുകൊടുത്തിട്ട് എന്റെ ലോഡ് നീ താഴെ ഇറക്ക്, അപ്പൊ നിന്റെ ഭാര്യയെ വിട്ടുതരാം എന്ന് ഡീല് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും FBI ടീം അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നു. പിന്നെ അവിടെ ഹെവി വെടിവെപ്പ്. ജാക്ക് ട്രേസി ഒരു സ്ഥലത്ത് ഒളിപ്പിക്കുന്നുണ്ട്. മെലനി ആണെങ്കിൽ കട്ട്ലറുടെ കസ്റ്റഡി തന്നെയാണ്. അപ്പോൾ ഏൽ ക്രെയിനിന്റെ ക്യാബിൻ തുറന്ന് പുറത്തു വന്നതും കട്ട്ലറുടെ ആൾ അവനെ വെടിവെക്കുന്നു. പെട്ടെന്ന് അവൻ തിരിച്ചും വെടിവെക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേർക്കും വെടികൊള്ളുന്നു. FBI ടീം വെടിവെച്ച് കട്ട്ലറുടെ ആളുകളെ ഓരോരുത്തരെ കൊല്ലുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഫോർഡിന് വെടി കൊള്ളേണ്ടതായിരുന്നു. പക്ഷെ മക്ലാറൻ അയാളെ രക്ഷിക്കുന്നുണ്ട്. കാര്യം അവർ തമ്മിൽ എപ്പോഴും വഴക്കാണെങ്കിലും മക്ലാറൻ ഒരു നല്ല മനുഷ്യനാണ്. അപ്പൊ മെലനിയായിട്ട് വന്ന കട്ട്ലറെ ജാക്ക് ആക്രമിക്കുന്നു. പിന്നെ പൊരിഞ്ഞടി. അതിനുശേഷം കട്ട്ലറെ കഴുത്ത് മുറുക്കി ജാക്ക് കൊല്ലാൻ തുടങ്ങിയതും ഫോർഡ് മക്ലാറിന് അങ്ങോട്ട് വന്ന് തോക്ക് ചൂണ്ടി അവനെ തടയുന്നു. കട്ട്ലറെ വിട്ട് അവൻ മെലനിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. രണ്ടുപേരും ഹാപ്പിയാണ്. പിന്നീട് നേരം വെളുക്കുന്നു. തോക്ക് കണ്ടെയ്നർ പോലീസുകാർ താഴെ ഇറക്കി കട്ട്ലറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ FBI ഹെഡ് ജാക്കിന്റെ അടുത്ത് വന്ന് സണ്ണിയുടെ ബോഡി കൊണ്ടുവന്നതിന് ജാക്കിനോട് നന്ദി പറയുന്നുണ്ട്. പിന്നെ ജാക്കാണല്ലോ ഈ ഫോർഡിനോട് ഈ ലൊക്കേഷനിലേക്ക് വരാൻ വെസ് കൊടുത്ത് ഫോണിൽ കൂടി പറഞ്ഞത്. അതിന് അയാളും ജാക്കിനോട് നന്ദി പറയുന്നു. അപ്പോൾ ഹെഡ്, നീ ചെയ്ത് നല്ല കാര്യം വെച്ച് നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ നിന്റെ വീടിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാമെന്നും പറയുന്നു. അപ്പോൾ മക്ലാരൻ അങ്ങോട്ട് വന്ന് ആ ട്രക്കിന്റെ കീ ജാക്കിന് നീട്ടി അതൊന്ന് സ്റ്റേഷനിലേക്ക് എടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ട്രേസി സന്തോഷത്തിൽ ഡാഡി നമുക്ക് ട്രക്കിൽ പോകാമെന്ന് ജാക്കിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ജാക്ക് എനിക്ക് ലൈസൻസ് ഇല്ല എന്ന് മക്ലാരനോട് പറയുമ്പോൾ ഫോർഡ് പോക്കറ്റിൽ നിന്നും ജാക്കിന്റെ ലൈസൻസ് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ അവന്റെ ലൈസൻസും തിരിച്ചു കിട്ടി. അവനോട് നന്ദി പറഞ്ഞിട്ട് ഏജന്റ് ഫോർഡും മക്ലാരനും അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് ജാക്ക് ഏലിന്റെ ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ അവന് വെടി ഉണ്ടെങ്കിലും മരിച്ചിട്ടില്ല. അവൻ ആംബുലൻസിൽ കയറ്റാണ്. ജാക്ക് അവനോട് അവന്റെ ഒപ്പം നിന്നതിന് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ട്രേസിയുടെ അടുത്തേക്ക് നമ്മുടെ ബ്ലാക്ക് ഡോഗ് ടൈനി വരുന്നു. അത് കണ്ട ഏൽ ഞാൻ വരുന്നത് വരെ ടൈനിയെ നോക്കാമോ എന്ന് ജാക്കിനോട് ചോദിക്കുന്നുണ്ട്. അവനത് സമ്മതിക്കുന്നു. അങ്ങനെ ഏലിനെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് ജാക്ക് മെലനിയും ട്രേസിയും ടൈനിയും കൂട്ടി ആ ട്രക്ക് ഓടിച്ചുകൊണ്ട് പോവുകയാണ്. പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ട്രക്കിലേക്ക് വേറൊരു ചുവന്ന ട്രക്ക് വന്നിരിക്കുന്നത്. അതിൽ റെഡ് ആയിരുന്നു. ജാക്കിനെ കൊല്ലാനാണ് അവൻ വന്നിരിക്കുന്നത്. വീണ്ടും വൻ ചേസിങ്. നിന്നിന്ന് ഞാൻ കൊല്ലുവട എന്ന് പറഞ്ഞ് റെഡ് കുറെ ബൈബിൾ വചനങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവർ ഓടിച്ചോടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു യാർഡിന്റെ അകത്തേക്ക് ആ രണ്ട് ട്രക്കും കയറ്റുന്നു. അവിടെ കുറെ മണൽ പോലെ എന്തോ തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇവർ സ്പീഡിൽ അതിന്റെ മേലേക്ക് ട്രക്ക് ഓടിച്ച് കയറ്റിയപ്പോൾ അത് അവരുടെ വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് അടിച്ചു കയറുന്നു. അപ്പോൾ റെഡിന്റെ കൺട്രോൾ പോയി അവൻ ഓടിച്ച വണ്ടി ആ യാർഡിന്റെ അകത്ത് നിന്നും ഇടിച്ച് തെറിച്ച് പുറത്തേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ വന്ന് വീണത് ഒരു ട്രെയിൻ ട്രാക്കിലായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ഒരു ട്രെയിൻ ആ ട്രക്കിനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. അങ്ങനെ ആ ട്രക്ക് കത്ത് പിടിച്ച് റെഡ് മരിക്കുന്നു. അങ്ങനെ കത്ത് പിടിച്ചെടുക്കുന്ന ആ ട്രക്കിനെ നോക്കിയിട്ട് എല്ലാ പ്രശ്നങ്ങളും തീർന്ന ആശ്വാസത്തിൽ അവിടെ നിന്നും അവന്റെ ട്രക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന ജാക്കിനെയും കുടുംബത്തിനെയും കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു. ദി എൻഡ്. അപ്പോൾ ഇഷ്ടമായോ എല്ലാവർക്കും? പഴയ കാലത്താണെങ്കിലും അടിപൊളിയായിട്ടാണ് അവർ ഈ ആക്ഷൻ സിനിമ എടുത്തിരിക്കുന്നത്. ഒറിജിനൽ സിനിമ വീണ്ടും കണ്ടാലും നിങ്ങൾക്കത് നഷ്ടമൊന്നും ആവില്ല. എന്തായാലും കഥ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അതിന്റെ കാരണം ഒന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ രേഖപ്പെടുത്തി ഈ ചാനൽ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സങ്കടങ്ങളിൽ തളർന്നു പോകാതിരിക്കുക. ഞാനുണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഒരുപാട് സ്നേഹത്തോടും നന്ദിയോടും. ടാറ്റാ.